പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട മെമ്പേഴ്സ്, അതേപോലെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ബൈബിളിന്റെ പ്രൊജക്ട് എന്തെന്ന് മനസ്സിലാക്കുവാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ബൈബിൾ ഓൺലൈൻ ഷോപ്പി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കോട്ടയം ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ കമ്പനിയുടെ സാരഥിയായി ഞാൻ ശ്രീകുമാരി ഷാജിയും പ്രവർത്തിക്കുന്നു. നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് കമ്പനി കമ്മീഷനോ അല്ലെ ബോണസോകൾ നൽകിക്കൊണ്ടിരുന്നത് എപ്പോഴും കമ്പനിയുടെ അഡ്വർടൈസ്മെന്റ് കോസ്റ്റിന്റെ ഒരു പ്രധാന ഭാഗമായി. അത് കമ്പനി ഈ ഡിസംബർ 1 തീയതി മുതൽ അഡ്വർടൈസ്മെന്റ് ഭാഗങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വരികയാണ്. കാരണം നിലവിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന ബിസിനസ് ആയിരുന്നു നമ്മുടെ ഏറ്റവും ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ രൂപകൽപ്പനയ്ക്ക് വേണ്ടിയായിരുന്നു കമ്പനി ഇത്രയും നാളും പ്രയത്നിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗങ്ങൾ ഏകദേശം നമ്മുടെ കമ്മ്യൂണിറ്റി രൂപപ്പെട്ടതിനാൽ ഇനി ഇ കൊമേഴ്സ് നമുക്ക് ഒരു നിമിഷം പോലും വൈകാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ പ്രൊഡക്റ്റ് കോൺട്രാക്റ്റുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 2000-ഓളം പ്രൊഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിൽ നിന്നും വാങ്ങാവുന്ന സംവിധാനത്തിലേക്ക് കമ്പനി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗ് കേൾക്കാൻ എത്തിയിട്ടുള്ള പുതിയ മെമ്പേഴ്സിന് നമ്മുടെ ബിസിനസിന്റെ സിസ്റ്റം എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും, അതിനൊപ്പം മുൻകാലങ്ങളിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുള്ള 3-4 മാസക്കാലമായി നമ്മളോടൊപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ലീഡേഴ്സ്, അതേപോലെ ഈ സംരംഭത്തിൽ അംഗങ്ങൾ മാത്രമായി നിൽക്കുന്ന വ്യക്തികള്, അവർക്കെല്ലാം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ എങ്ങനെ എക്സ്ട്രാ ഇൻകം, അതായത് ഈ കമ്പനി നൽകുന്ന ബെനിഫിറ്റുകൾക്ക് പുറമെ നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റിനുള്ള സംവിധാനം കൂടെ കമ്പനി അനൗൺസ് ചെയ്യുകയാണ്. അത് താല്പര്യമുള്ള വ്യക്തികൾ നമ്മുടെ മീറ്റിംഗിന്റെ ലാസ്റ്റ് സ്ലൈഡ്, അതായത് നിലവിലുള്ള സ്ലൈഡുകൾക്ക് ശേഷം ഒരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അത് കേട്ടിട്ട് അതിനനുസരിച്ച് താല്പര്യമുള്ളവർക്ക് പ്രവർത്തിക്കാം. അത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കമ്പനി കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ നിന്നും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലഭ്യമാകും. കമ്പനിയുടെ മുൻപോട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി വേണ്ട സംവിധാനം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പുതിയ മെമ്പേഴ്സിന് എന്തൊക്കെ, അല്ലെങ്കിൽ ഈ സിസ്റ്റം കേൾക്കാൻ എത്തിയിട്ടുള്ള പുതിയ നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ പ്രോജക്റ്റിലൂടെ ലഭ്യമാകുന്നത് എന്നതാണ് നമ്മളിവിടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സംവിധാനത്തിലൂടെ ഓരോ വ്യക്തികൾക്കും സാമ്പത്തികമായ എത്രത്തോളം ഉന്നമനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് സ്വയം ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ സ്ലൈഡ് പ്രസന്റേഷൻ ഇപ്പോൾ ആരംഭിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം തന്നെ കമ്പനിയിലേക്ക് എല്ലാ വ്യക്തികളെയും നമ്മുടെ രാജു സാർ സ്വാഗതം ചെയ്തിട്ടുണ്ട്. വൺസ് അഗൈൻ വെൽക്കം ടു ഓൾ മെമ്പേഴ്സ് ദ ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി. ഒപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരുടെയും മുമ്പിലേക്ക് ആദ്യമായി വെക്കുന്നത്. കാരണം നമ്മൾക്ക് ആർക്കെങ്കിലും, അല്ലെ നമ്മൾക്ക് എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തികം നമ്മുടെ ജീവിത നിലവാരത്തിന് മതിയായ നിലയിൽ, അല്ലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മതിയായ നിലയിൽ നിറവേറ്റുന്നതിനുള്ള സുരക്ഷിതത്വം നമുക്കുണ്ടോ? ഇല്ല എങ്കിൽ നമ്മളൊരു അധിക വരുമാനത്തിനെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു എക്സ്ട്രാ ഇൻകം ആവശ്യമെങ്കിൽ നമുക്ക് അതിനായി ഒരു കമ്പനിയെ പരിചയപ്പെടുത്തുന്നതാണ് ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ സ്ഥാപനം കോട്ടയം ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 2025 മെയ് മാസം 24 തീയതി കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന കമ്പനിയുടെ മുൻപോട്ടുള്ള പ്രയാണത്തിനുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ഇവിടെ നമ്മളിപ്പോൾ വിസിബിൾ ആക്കുന്നത്. ഇതിന്റെ കൂടെ കമ്പനിക്ക് മറ്റനേക സർട്ടിഫിക്കറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. നമ്മുടെ ഓരോ ബിസിനസ്സും റൺ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റുകളും നമുക്ക് പബ്ലിക്കിലേക്ക് നൽകുന്നതിന് വേണ്ട ആവശ്യമായ എല്ലാ ലൈസൻസുകളും നമ്മൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലൂടെ മാനേജ്മെന്റിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ വിവിധ മേഖലകളിലെ എക്സ്പീരിയൻസ് ഉള്ള
വ്യക്തികളാണ് ഇതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യലി എക്സ്പേർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള വ്യക്തികളുമായി ചേർന്ന് അതിന്റെ പ്രവർത്തനങ്ങളിൽ മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഓരോ മേഖലകളിലെയും പരിചയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാനുള്ള ധൈര്യം ലഭിച്ചത് ഈ മേഖലകളിലെ ഒക്കെ എക്സ്പീരിയൻസുകളിലൂടെയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എത്രത്തോളം ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകുകയും ആ ഒരു സാമ്പത്തിക സുരക്ഷിതത്വത്തിലൂടെ നമുക്കൊരു നല്ല ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക, അത് ഒരു കമ്പനി എന്ന നിലയിൽ മാത്രമല്ല, ഒരു സമൂഹത്തോടെ ഒന്നു ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ അല്ലെ കേരളത്തിലെ ജനതയെ ഒത്തുചേർത്തുകൊണ്ട് എല്ലാവർക്കുമായി ഒരു ബിസിനസ് സാമ്രാജ്യം അവതരിപ്പിക്കുക എന്നതാണ്. അതിലൂടെ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കിയെടുക്കുക എന്നതാണ് കമ്പനി ചെയ്യുന്നത്. ഈ സാമ്പത്തിക നേട്ടം ഓരോ കസ്റ്റമേഴ്സിലും വരുമ്പോൾ നമ്മുടേതെന്ന പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് വളരെ അനായാസം നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ വാങ്ങുക എന്നതിലുപരി നമ്മൾ ഓരോരുത്തർക്കും ഉൽപ്പാദിപ്പിക്കാവുന്ന ഉൽപ്പന്നങ്ങളെ നമുക്ക് വിപണി കണ്ടെത്തുന്നതിനുള്ള ഒരു സംവിധാനമാണ് കമ്പനി പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സർക്കാർ തലത്തിൽ നിന്ന് ഒരുപാട് പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിപണിയാണ് എപ്പോഴും വെല്ലുവിളിയായി നിന്നിട്ടുള്ളത്. അത്തരം വെല്ലുവിളി ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ വിപുലമായ ഒരു വിപണി അറേഞ്ച് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കമ്പനി ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് അതിന് വേണ്ട ഇപ്പോ കമ്പനി പ്രോഡക്റ്റുകൾ നൽകുന്ന മേഖലയുടെ ഒരു കാറ്റഗറിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഏത് മേഖലയിലും നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമായ എന്ത് ഉൽപ്പന്നങ്ങളും നമുക്ക് വാങ്ങാനും വിൽക്കാനുമുള്ള പ്ലാറ്റ്ഫോമായിട്ടാണ് ബൈബൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോ നമ്മുടെ ഈ ഒരു പദ്ധതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്നും നേടുന്ന കമ്മീഷനിലൂടെ നമുക്ക് കാലാകാലങ്ങളോളം നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വളരെ അനായാസം യാതൊരു സാമ്പത്തികമായ ചിലവുമില്ലാതെ, എന്ന് വെച്ചാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കാതെ തന്നെ നമുക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുകയും ആ വാങ്ങലുകളിൽ നിന്നും വീണ്ടും വരുമാനം ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനം. നമുക്കറിയാം, കൊറോണയുടെ കാലഘട്ടത്തിലും ഒക്കെ നമുക്ക് എപ്പോഴും എല്ലാ ആളുകൾക്കും സർവീസ് ലഭിച്ചുകൊണ്ടിരുന്നതെല്ലാം ഗ്രോസറി മേഖലയിൽ നിന്നാണ്, അല്ലെ? ഈ ഗ്രോസറി മേഖല എന്ന് പറയുന്നത് മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കുന്ന സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് സമ്പ്രദായമാണ്. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് വൺ ആൻഡ് ഓൺലി സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ കമ്പനി ത്രൂ ഇങ്ങനെ വേണ്ട ഗ്രോസറി ഐറ്റംസോ അല്ലെ മറ്റനേക ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിന് വേണ്ടി കമ്പനി നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി ഒരു ഐഡന്റിറ്റി കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് കമ്പനിയുടെ NFC കാർഡ്. ഈ NFC കാർഡ് എന്ന് പറഞ്ഞാൽ നിയർ ഫീൽഡ് കണക്ടിവിറ്റി കാർഡ് എന്ന് പറയും. ഇത് നമ്മുടെ ഈ കമ്പനിയിൽ എത്രത്തോളം സാമ്പത്തികമായ അല്ലെങ്കിൽ സാമ്പത്തികമായ സമ്പത്ത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ, അതായത് ബൈബൽ എന്ന കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ, അത് സ്റ്റോർ ചെയ്യുന്ന കാർഡാണ് നമ്മുടെ NFC കാർഡ് എന്ന് പറയുന്നത്. അത് വളരെ വേഗം മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ഏതൊരു വ്യക്തിക്കും. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ ആ അക്കൗണ്ടിന് ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ATM കൗണ്ടറിൽ നിന്നും പണം പിൻവലിക്കാം. നമുക്ക് എപ്പോൾ ഏത് സ്ഥലമൊന്നും വ്യത്യാസമില്ലാതെ നമുക്ക് പണം ആവശ്യമെങ്കിൽ പിൻവലിക്കാം. അതേപോലെ തന്നെ ഈ ബൈബൽ എന്ന കമ്പനിയുടെ NFC കാർഡിൽ ഹോൾഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഏത് സ്ഥലത്തു നിന്നും എവിടെ നിന്നും ഏത് സമയത്തും പ്രൊഡക്റ്റുകൾ വാങ്ങാം. നമുക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കാരണം ഈ NFC കാർഡിലെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാനായി കമ്പനി ഹോൾഡ് ചെയ്തിട്ടുള്ള പണമാണ്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റുകൾ മാത്രമേ ലഭ്യമല്ല, നമുക്ക് സാമ്പത്തികമായ വരുമാനവും ലഭിക്കും. ആ വരുമാനം ലഭിക്കുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പൊ നമ്മുടെ നിലവിലുള്ള ATM കാർഡിൽ നമുക്ക് പണവും ലഭിക്കും, കമ്പനിയുടെ NFC കാർഡിലൂടെ നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള പണവും ലഭിക്കും. അപ്പൊ ഈ NFC കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി കാർഡാണ്. അതായത് ബൈബൽ എന്ന കമ്പനിയിലെ ഒരു എക്സിക്യൂട്ടീവാണ് ഞാൻ. ആ എക്സിക്യൂട്ടീവായി എനിക്ക് ഇത്രയും ബെനിഫിറ്റ് ഈ ബൈബൽ എന്ന കമ്പനിയിൽ ഉണ്ട് എന്ന ഐഡന്റിറ്റി കാർഡ്. അല്ലാതെ നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് നമുക്ക് ഇത്ര രൂപ ബൈബലിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൊഡക്റ്റ് തരണമെന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അംഗീകൃത വ്യാപാരിയാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യോ? ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യപ്പെടണം നമ്മൾ എടുത്തിരിക്കുന്ന ഇപ്പൊ 5000, 10000, 50,000 രൂപയുടെ പ്രൊഡക്റ്റുകൾ ആണെങ്കിലും ഈ ഒരു എമൗണ്ട് കമ്പനി എനിക്ക് പേ ചെയ്യാൻ ഇദ്ദേഹത്തിന്റെ വാലറ്റിൽ ഉണ്ട് എന്നതും
അതേപോലെ തന്നെ ഞാൻ ഈ എമൗണ്ടിന്റെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ഞാൻ ഈ റിക്വസ്റ്റ് ഇട്ടാൽ, അതായത് കമ്പനി അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പണം അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ നിന്നും കൊടുത്ത സാധനങ്ങളുടെ പണം സുരക്ഷിതമാണെന്ന് ആ വെണ്ടർക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ NFC കാർഡ് ഉണ്ടെങ്കിലേ സാധ്യമാകുള്ളൂ. അപ്പോൾ ഈ NFC കാർഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് പ്രൊഡക്റ്റുകളും വാങ്ങാം. പക്ഷെ ഈ NFC കാർഡ് ഓരോ കസ്റ്റമർ എങ്ങനെ കരസ്ഥമാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന സിറ്റുവേഷൻ. അവിടെ നമ്മൾ അറിയേണ്ടത്, നമുക്ക് വളരെ ചെറിയ ഒരു എമൗണ്ടിലൂടെ തന്നെ കമ്പനിയുടെ ഈ സർവീസ് സെക്ടറിലേക്ക് കടന്നു വരാം. അതിനായിട്ട് 1000 രൂപ അഡ്വാൻസ് ചെയ്തുകൊണ്ട് പർച്ചേസ് അഡ്വാൻസ് ഓഫ് NFC കാർഡിന്റെ അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് നമുക്ക് അടയ്ക്കാം. അങ്ങനെ അടയ്ക്കുമ്പോഴും കമ്പനി ആ ഒരു എമൗണ്ട് കസ്റ്റമർക്ക് ഒരു അധിക ചിലവ് ആകാതിരിക്കാൻ പ്രതിമാസ ചിലവുകളിൽപ്പെട്ട മൊബൈൽ റീചാർജ് എന്ന പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് 3 തവണ 350 രൂപ വെച്ച് നൽകുന്നുണ്ട്. അപ്പൊ അവിടെ കമ്പനിയുടെ NFC കാർഡ് എന്ന് പറയുന്നത് അതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന എമൗണ്ട് നമുക്ക് പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അങ്ങനെ പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയാണ് ആദ്യം കൊടുത്ത 1000 രൂപ നമുക്ക് ആദ്യത്തെ പ്രൊഡക്റ്റ് ആയിട്ട് കമ്പനി തന്നു. അതായത് കമ്പനിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ NFC കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ നിക്ഷേപമാണ്, അല്ലെങ്കിൽ കമ്പനി ഹോൾഡ് ചെയ്യുന്ന പണമാണ്. ഈ പണം നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സർവീസുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി. അതാണ് ആദ്യത്തെ പാർട്ട് കമ്പനി പഠിപ്പിച്ചത്. 1000 രൂപയ്ക്ക് 1050 രൂപയുടെ പ്രോഡക്റ്റ് നമുക്ക് തിരികെ ലഭിക്കുന്നു. അപ്പൊ ഒരിക്കലും ഒരു കസ്റ്റമർക്ക് നഷ്ടമില്ല. ഇനി അടുത്തത് പറഞ്ഞത് കമ്പനി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഒരു കണ്ടീഷനോടെ കമ്പനി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 ഡേയ്സിനുള്ളിൽ പുതിയ 2 കസ്റ്റമേഴ്സിനെ ഈ കമ്പനിയിലെ പരിചയപ്പെടുത്തണം. അങ്ങനെ പരിചയപ്പെടുത്തിയില്ല എങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലൂടെ, ആ രജിസ്ട്രേഷനിലൂടെ നമുക്ക് ലഭ്യമാകാവുന്ന ബെനിഫിറ്റുകൾ കമ്പനിയിൽ നിന്ന് നഷ്ടമാകും. 25 ഡേയ്സിനുള്ളിൽ 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് അഡീഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ കൊടുത്ത 1000 രൂപ അഡ്വാൻസ് കൊടുത്തതിന് 1050 രൂപയുടെ മൊബൈൽ റീചാർജ് കൂടാതെ നമുക്ക് മറ്റു ബെനിഫിറ്റുകൾ നൽകാമെന്ന് കമ്പനി പറയും. അതെന്താണ്? കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അവിടെ നടക്കുന്ന സെയിലിന്റെ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം ആർക്ക് കിട്ടും? ഓരോ കസ്റ്റമേഴ്സിനും കിട്ടും. അതായത് നമ്മളൊരു ഉൽപ്പന്നം വാങ്ങുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന ആളിനും ഒരു ലാഭവിഹിതം കിട്ടുന്ന സംവിധാനമാണ്. അതായത് കമ്പനി ഏതൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോഴും അതിന്റെ 25% കമ്പനി എടുക്കുകയും ബാക്കി 75% കമ്പനിയുടെ കസ്റ്റമേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനം. ഇങ്ങനെ എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കസ്റ്റമേഴ്സിന് മതിയായ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ കസ്റ്റമർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒപ്പം അനേകം പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നതിലൂടെ ലാഭം വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ എന്താ അതിൽ സംഭവിക്കുന്നത്? 25% കമ്പനിക്ക് മതിയെങ്കിലും കമ്പനി ഒരു പരസ്യം ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടാവുന്ന നമ്പർ ഓഫ് സെയിൽസിനേക്കാൾ വളരെ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ഓരോ കസ്റ്റമറിൽ നിന്നും മറ്റു കസ്റ്റമറിലേക്ക് ഷെയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബിസിനസ് കൂടുതൽ കിട്ടും. അങ്ങനെ ബിസിനസ് കൂടുതൽ നടക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ബിസിനസിന്റെ പ്രോഫിറ്റും കൂടുതലായിരിക്കും. ആ പ്രോഫിറ്റ് ആർക്ക് കൂടെ പങ്കുവെക്കുന്നു? കസ്റ്റമേഴ്സിനോട് പങ്കുവെക്കുന്നു. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ വന്നിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരത്തക്കത് പോലെയുള്ള ഒരു വരുമാന സ്രോതസ് അല്ലെങ്കിൽ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം സ്വന്തമായി ചെയ്യുന്നതിന് തുല്യമായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ബൈബിൾ എന്ന പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാവും, നമുക്ക് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ വാങ്ങാൻ പറ്റും, മറ്റുള്ള അംഗങ്ങളിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി വളരെയേറെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് ലാഭവിഹിതം ലഭിക്കുന്നു. അടുത്തതായിട്ട് കമ്പനി സെക്കൻഡ് സെക്ഷൻ പറയുന്നത്, കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിൽ ലാഭവിഹിതം കിട്ടുന്നുള്ളൂ. അത് മാത്രം പോരല്ലോ, നമ്മൾ ഏത് സ്ഥലത്ത് ജീവിക്കുന്ന ആളായാലും, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന ആളായാലും, നമുക്ക് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ നമുക്ക് സാധിക്കണം. ആ വാങ്ങലുകൾ നമുക്ക് വരുമാനമായി മാറണം. അതിനുള്ള സംവിധാനത്തിലേക്കാണ് കമ്പനി അടുത്ത ഫസ്റ്റ് ടോപ്പ് എന്ന് പറയുന്ന പ്രോസസ് കൊടുക്കുന്നത്. അതായത് NFC കാർഡിന്റെ എമൗണ്ടിന്റെ സെക്കൻഡ് ഗഡു, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്നൊക്കെ പറയാം. സെക്കൻഡ് ഗഡു അടയ്ക്കുന്ന ഫസ്റ്റ് ടോപ്പ് എന്ന് പറയും. ആ 2000 രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് NFC കാർഡിന്റെ അപ്ഗ്രേഡേഷൻ നടക്കും. അതേപോലെ തന്നെ അതേ എമൗണ്ടിന്റെ ഡിസ്കൗണ്ട് വൗച്ചറും നമ്മുടെ NFC കാർഡിൽ ഉണ്ടാകും.
രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ടോപ്പ് അപ്പ്. അത് നമുക്ക് എപ്പോ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ഒന്നിച്ച് പൈസ അടക്കണമെങ്കിൽ അടയ്ക്കാം, ഇല്ലെന്നൊക്കെ പാർട്ടായിട്ട് വരുമാനം വന്നിട്ട് നമുക്ക് കിട്ടുന്ന കമ്മീഷനിൽ നിന്ന് അടയ്ക്കാം, എങ്ങനെ വേണേലും. അതെല്ലാം കസ്റ്റമറിന്റെ താല്പര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ കമ്പനിയുടെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് ബെനിഫിറ്റുകൾ ലഭ്യമാകുകയുള്ളൂ. ഒന്ന്, ഫസ്റ്റ് കണ്ടീഷൻ കമ്പനി പറഞ്ഞ 2 കസ്റ്റമേഴ്സിനെങ്കിലും മിനിമം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. രണ്ടാമത്തെ പാർട്ട് എന്താണ്? കമ്പനിയുടെ NFC കാർഡ് പർച്ചേസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ് പ്രോഫിറ്റുകൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കമ്പനിയുടെ NFC കാർഡിന്റെ പർച്ചേസിങ് കമ്പൽസറി ആണ്. അത് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്സൈഡ്, അതായത് കമ്പനിക്ക് പുറത്തു നിന്നും, നമ്മുടെ നിയറസ്റ്റ് പ്ലേസുകളിൽ നിന്നും അല്ലെ ഷോപ്പുകളിൽ നിന്നും നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും അതിലൂടെ ആവർത്തിച്ച് നമുക്ക് വരുമാനം ലഭിക്കുന്നതിനും സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ കെയർ ഓഫിൽ എത്ര കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിലും അവരുടെയൊക്കെ പർച്ചേസിൽ നിന്നും ഒരു നിശ്ചിത എമൗണ്ട് വെച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കമ്പനി ഓരോ കസ്റ്റമേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും സാമ്പത്തികമായ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നതിന് കമ്പനിയുടെ കസ്റ്റമേഴ്സിനെ പരിവർത്തനപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് യോഗ്യരാക്കുക എന്നതാണ് കമ്പനി ഇവിടെ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോഡക്റ്റുകളുണ്ട്, വെൽനസ് പ്രോഡക്റ്റുകളുണ്ട്. അതിന്റെയൊക്കെ കാറ്റഗറി ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിലൂടെ വരുമ്പോൾ നമുക്ക് ഏകദേശം 82ഓളം ഉൽപ്പന്നങ്ങൾ, നമുക്ക് വെൽനസ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അത് കൂടാതെ ബാക്കി ടോട്ടലി കമ്പനിക്ക് ഒരു 2000ഓളം പ്രൊഡക്റ്റുകളാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ആ പ്രൊഡക്റ്റുകൾക്കൊക്കെ അതിന്റെയൊക്കെ ഫോട്ടോസ് നാളെ മുതൽ നമ്മുടെ സൈറ്റിലേക്ക് അവൈലബിൾ ആകും. കാരണം നാളെ മുതലാണ് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ഷൂട്ടിങ്ങും മറ്റു കാര്യങ്ങളും നടക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ സൈറ്റിൽ എല്ലാം വിസിബിൾ ആയിരിക്കും. അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിലെ പ്രൊഡക്റ്റുകൾക്കൊക്കെ നമുക്ക് ഈ NFC കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2 ബെനിഫിറ്റ് കിട്ടും. ഒന്ന്, DP പ്രൈസിൽ പ്രൊഡക്റ്റ് കിട്ടും, പ്ലസ് അഡീഷണൽ NFC കാർഡിലെ ഡിസ്കൗണ്ട് വൗച്ചറും കൂടെ ലെസ് ചെയ്തായിരിക്കും നമുക്ക് പ്രൊഡക്റ്റുകൾ ലഭ്യമാകുക. അപ്പൊ ഒരേ ടൈമിൽ തന്നെ നമുക്ക് DP പ്രൈസിൽ കിട്ടുന്നത് കൂടാതെ NFC കാർഡിന്റെ നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 100% നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് തിരികെ വരും. ഫലത്തിൽ 1 രൂപയുടെ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് ബൈബൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ NFC കാർഡ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭ്യമാകുന്നത്. ഈ NFC കാർഡിന്റെ വാല്യൂ എന്തെന്ന് ചോദിച്ചാൽ, ഈ NFC കാർഡിൽ എത്രത്തോളം എമൗണ്ട് ഹോൾഡ് ചെയ്ത് കിടക്കുന്നു അതായിരിക്കും നമ്മുടെ NFC കാർഡിന്റെ വാല്യൂ, അല്ലെങ്കിൽ അതിന്റെ വില എന്ന് പറയുന്നത്. മന്ത്ലി പർച്ചേസ്, അപ്പൊ നമ്മൾ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ പരിശോധിച്ചാല് മന്ത്ലി പർച്ചേസ് ഓഫ് എ മെമ്പർ 10,000 രൂപയ്ക്ക് ഒരു കസ്റ്റമർ അല്ലെ ഒരു മെമ്പർ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് മാർജിനായി ഒരു 5% ആണ് നമുക്ക് ലഭ്യമാകുന്നതെങ്കിൽ അത് 500 രൂപയുണ്ടാകും. അപ്പൊ ഈ 500 രൂപയെ നമ്മൾ ഡിവൈഡ് ചെയ്ത്, അതായത് കസ്റ്റമേഴ്സിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു 12 രൂപ 50 പൈസ ക്രമത്തിൽ നമുക്ക് ഓരോ കസ്റ്റമേഴ്സിന് ലഭ്യമാകും. അങ്ങനെ ഒരു കസ്റ്റമറുടെ കമ്മ്യൂണിറ്റിയിൽ 1,00,000 കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 12 രൂപ 50 പൈസ ക്രമത്തിൽ എത്ര രൂപ ഉണ്ടാകും? 12,50,000 രൂപ പ്രതിമാസം ലഭിക്കാവുന്ന ഒരു പൊട്ടൻഷ്യലാണ് നമ്മുടെ NFC കാർഡിലുള്ളത്. അപ്പൊ ഈ 12,50,000 രൂപ നമ്മുടെ NFC കാർഡിൽ സ്റ്റോർ ചെയ്തേക്കുമ്പോൾ നമുക്ക് ഗോൾഡ് വാങ്ങണേ ഗോൾഡ് വാങ്ങാം, ഗ്രോസറി വാങ്ങണേ ഗ്രോസറി വാങ്ങാം, ഡ്രസ് ഐറ്റംസ് വേണേ ഡ്രസ് ഐറ്റംസ് വാങ്ങാം, എന്തും വാങ്ങാം. അപ്പൊ 12, അതായത് നമ്മുടെ കമ്പനിയുമായി ടൈപ്പ് ആയിട്ടുള്ള ഏത് വെൻഡേഴ്സിൽ നിന്നും നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള ഓപ്പർച്യൂണിറ്റി, അതിനുള്ള ഐഡന്റിറ്റി കാർഡാണ് നമ്മുടെ NFC കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ മൊബൈൽ റീചാർജിങ് ആണ്. അത് നമ്മൾ ഈ നെറ്റ്വർക്കുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. അത് 3 ടൈംസ് ആണ്. പക്ഷെ ഈ 3 ടൈംസിനെ നമുക്ക് ലൈഫ് ലോങ് ആക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നമുക്ക് നമ്മുടേതായ കുറച്ച് ഡ്യൂട്ടികളുണ്ട്. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫ് ലോങ് റീചാർജിങ്ങിലേക്ക് പോകുന്നതിന് സാധിക്കും. അതായത് നമ്മുടേതായ ജോലി നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് കമ്പനിയിൽ നിന്നും അഡീഷണൽ ബെനിഫിറ്റ്സ് ഓരോന്നായി ലഭ്യമാകുകയുള്ളൂ. നമ്മൾ കമ്പനിയുടെ ഒരു കസ്റ്റമർ ആയാൽ അല്ലെങ്കിൽ ഒരു NFC കാർഡ് വാങ്ങിയാൽ നമുക്ക് ആ NFC കാർഡിൽ എത്രത്തോളം ഫണ്ട് ഉണ്ടാകും എന്ന് പറയാൻ സാധിക്കില്ല. ഈ ഫണ്ടുകൾ നമ്മുടെ അധ്വാനത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ലഭ്യമാകുന്നത്. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് വരുന്നതാണ്, നമ്മൾ ജോലിക്ക് പോയി ആ ജോലി ചെയ്താൽ മാത്രമാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്, അല്ലെ? അതേപോലെ തന്നെ ഇനിയിപ്പോ ഇന്ന് ഞാൻ ജോലിക്ക് വന്നു, നിങ്ങളുടെ സ്ഥാപനത്തിലെ എംപ്ലോയി ആണെന്ന് ഞാൻ എഴുതി വെച്ചു, ഞാൻ നാളുകളിൽ ജോലിക്ക് വന്നില്ല എങ്കിൽ എനിക്ക് ശമ്പളം താ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല.
അതേപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്നു എങ്കിൽ അതിന്റെ നിരന്തര അധ്വാനത്തിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും ബെനിഫിറ്റുകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ NFC കാർഡിൽ അസറ്റ് ആയിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുന്ന കമ്മീഷൻ കൂടാതെ നമുക്ക് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് കമ്പനി അവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ പ്രൊഡക്റ്റിന് വേണ്ടി ഹോൾഡ് ചെയ്തേക്കുന്നത്? ഇതെല്ലാം എങ്കിൽ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് റിപ്പീറ്റഡ് ബെനിഫിറ്റ് സ്റ്റോപ്പ് ആയി പോകുന്നത്. കാരണം നമ്മൾ എത്ര കമ്മീഷൻ ജനറേറ്റ് ചെയ്ത കമ്മീഷൻ പാടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൈസ കിട്ടും, നമ്മളത് പല രീതിയിൽ നമ്മൾ ചെലവഴിക്കും. പക്ഷെ ഈ കമ്പനിയിൽ നിന്നും ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് നിരന്തരം വരുമാനം കിട്ടണമെങ്കിൽ അതിനുള്ള പ്രോസസ്സും കൂടെ കമ്പനി കണ്ടുവെക്കണം. അതാണ് കമ്പനി ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടുത്തെ നമ്മുടെ ബോണസ് ലഭിക്കുന്ന അല്ലെങ്കിൽ ഇൻകം ലഭിക്കുന്നതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആക്റ്റീവ് സെക്ഷൻ എന്നും രണ്ടാമത്തേത് റിപ്പീറ്റഡ് ബെനിഫിറ്റ് എന്നും. ഈ ആക്റ്റീവ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ട്, റെഫറൽ ബോണസ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ഉണ്ട്, ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ് ഉണ്ട്. അത് കൂടാതെ റിപ്പീറ്റഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് റീബർത്ത് ഉണ്ട്, ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് ഉണ്ട്, പെർഫോമൻസ് ബോണസ് ഉണ്ട്, മാജിക് ബോണസ് ഉണ്ട്. ഇത്രയും ബോണസുകൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നത് നമുക്കൊരു വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിനാണ്. അതാണ് നമ്മുടെ 9ാമത്തെ ഇൻകമായ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് നിരന്തരം വരുമാനം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ആകുന്ന സമയത്ത് നമ്മൾ പരമാവധി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അതിലേക്ക് കടന്നു വരുന്ന ഈ ഓരോ ഇൻകവും എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, ഈ ഇൻകം ഒക്കെ കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിലേക്ക് നമുക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്കൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന മെമ്പേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ മാത്രം പർച്ചേസ് ചെയ്താൽ നമ്മൾ പർച്ചേസ് ചെയ്തതിന്റെ എന്താണോ അല്പം ഡിസ്കൗണ്ട് കിട്ടുന്നത് അത് മാത്രമാണ്. പക്ഷേ നമുക്കുള്ളൊരു വലിയ കമ്മ്യൂണിറ്റി രൂപീകരിച്ചാൽ ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഓരോരുത്തരും പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കൂടി നമുക്ക് അംശാദായം കൂടി നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് റെഫറൽ ബോണസ്. അതായത് നാം ഈ കമ്പനിയുടെ സിസ്റ്റത്തിലേക്ക് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വ്യക്തികളെ ഈ ബിസിനസ് പ്ലാനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, കമ്പനിയുടെ ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് സ്വീകരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, ആ സർവീസ് നമുക്ക് കിട്ടും. നമ്മുടെ എമൗണ്ടിനും അതിന്റെ കൂടെ കമ്പനി ഓഫർ ചെയ്യുന്ന എമൗണ്ടും കൂടെ ചേർത്ത് നമുക്ക് അത്രയും സർവീസ് കിട്ടും. ബട്ട് നമ്മൾ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടും. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് 2 കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 500 രൂപ ക്രമത്തിൽ നമുക്ക് 1000 രൂപ ലഭ്യമാകും. കമ്പനി വീണ്ടും പറയുന്നു, നമ്മൾ 2 കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് സാമ്പത്തികമായ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ മിനിമം 600 രൂപയെങ്കിലും നമ്മുടെ വാലറ്റിൽ വിഡ്രോ ചെയ്യാൻ ഉണ്ടായിരിക്കണം എന്ന 2 കണ്ടീഷൻ പറയുമ്പോൾ കമ്പനി പറയുന്നുണ്ട് 3ാമതോ 4ാമതോ എത്ര മെമ്പേഴ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലും പെർ ഹെഡിന് 500 രൂപ ക്രമത്തിൽ അൺലിമിറ്റഡ് റഫറൽ ബോണസ് നമുക്ക് നൽകാം. അതേപോലെ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ബോണസ്. അതായത് 2 കസ്റ്റമേഴ്സിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ അംഗീകൃത ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമ്മൾ മാറുകയും അതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം മെമ്പേഴ്സ് കടന്നു വരുന്നോ അതിൽ നിന്നും ആദ്യത്തെ ഇമ്മീഡിയറ്റ് കസ്റ്റമേഴ്സിന്റെ 510 പേരിൽ നിന്നും 100 രൂപ ക്രമത്തിൽ നമുക്ക് 8 സെഗ്മെന്റ്സിൽ നിന്നും നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അതാണ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം. അത് നമുക്ക് ലൈഫിൽ 1 ടൈമേ ഉള്ളൂ. എന്തിനും ഏതിനും ഈ കമ്പനിയിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് നേടണമെങ്കിലും മിനിമം 2 റെഫറൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റുകളും ലഭ്യമാകുകയുള്ളൂ. ഇനി അടുത്തത് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നതാണ്. അത് ഇവിടെ എത്ര രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. അതായത് നമ്മൾ 1000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് NFC കാർഡിന് അഡ്വാൻസ് ചെയ്തു, അതിലൂടെ ഏതോ സർവീസോ അല്ലെ പ്രൊഡക്റ്റോ വാങ്ങിച്ചു. അതേപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ഡൗണിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡുമായിട്ട് 3000 രൂപയുടെ വീതം ഓരോ പർച്ചേസിംഗ് നടന്നാൽ 2 സൈഡിൽ നിന്നുമുള്ള ഒരു ഗ്രൂപ്പ് രൂപപ്പെടുകയും ആ ഒരു ഗ്രൂപ്പിന് നമുക്ക് 1000 രൂപ ക്രമത്തിൽ മാച്ചിങ് ബോണസ് ലഭിക്കുകയും ചെയ്യും. അതൊരു ദിവസം പരമാവധി 5000 രൂപയാണ് നമ്മൾ 3000 റുപ്പീസിന്റെ വരെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ടുള്ളൂ എങ്കിൽ സംഭവിക്കുന്നത്. എന്നാൽ അത് കൂടുതലായിട്ടുള്ള എമൗണ്ടിലേക്ക് നമുക്ക് വരണമെങ്കിൽ മാച്ചിങ് ബോണസ് നമ്മുടെ
ടോപ്പ് അപ്പ്, അതായത് NFC കാർഡിന്റെ ഫുൾ എമൗണ്ട് എന്ന എമൗണ്ടിലേക്ക് വരുമ്പോൾ, അതായത് 5000 റുപ്പീസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഡൗണിൽ എത്ര മെമ്പേഴ്സ് ഇതേപോലെ ഗ്രൂപ്പ് രൂപപ്പെടുന്നോ, അത് ഏത് എമൗണ്ടിന്റെ ആയിക്കോട്ടെ, നമുക്ക് ജോഡിക്ക് 1000 രൂപ ക്രമത്തിൽ, ഒരു ഗ്രൂപ്പിന് 1000 രൂപ ക്രമത്തിൽ ഡെയിലി 10000 രൂപ വരെ നമുക്ക് ലഭ്യമാകും. ഇതാണ് മാച്ചിങ് ബോണസ്. ഞാൻ അടുത്തതെന്ന് പറയുന്നത് RA വാലറ്റ്. ഈ RA വാലറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് അലവൻസ്, അതായത് നമുക്ക് തുടർച്ചയായി വരുമാനം കിട്ടുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു വരുമാനം ഈ കമ്പനിയിൽ നിന്ന് ജനറേറ്റ് ചെയ്താലും TDS ഗവൺമെന്റിലേക്കുള്ള ടാക്സ് ഡിഡക്ട് ചെയ്ത് 5% പോകും. അതിനുശേഷം വരുന്ന RA വാലറ്റിലേക്ക് വരുന്ന 25%, 20% ആകാം. ഈ ഒരു എമൗണ്ട് നമ്മുടെ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിൽ ഹോൾഡ് ചെയ്യും. ആ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് നിരന്തരം വരുമാനം നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ അങ്ങോട്ട് മാറുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് റീബർത്ത് ആണ് ആദ്യത്തെ, അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പീറ്റഡ് ബെനിഫിറ്റ് കിട്ടുന്ന ആ സെക്ഷൻ. ഇവിടെ RA വാലറ്റിൽ എപ്പോൾ 2500 രൂപപ്പെടുന്നോ അപ്പോൾ നമ്മൾ റീബർത്ത് ചെയ്യപ്പെടും. ആ റീബർത്ത് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് 1000 രൂപ പ്രൊഡക്റ്റിനായിട്ടോ റീചാർജിനായിട്ടോ കമ്പനി റിസർവ് ചെയ്യുന്നു. അടുത്തത് നമുക്ക് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞൊരു 500 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് നൽകും. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് 800 രൂപ നമ്മുടെ കൂടെ നമ്മൾ ബിസിനസ്സിലേക്ക് ക്ഷണിച്ചപ്പോൾ നമുക്കൊപ്പം കടന്നു വന്ന നമ്മുടെ ലൈഫ് ലൈൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്നു. അതേപോലെ ടോട്ടലി കമ്പനിയുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു 200 റുപ്പീസും കൂടെ അവിടെ റിസർവ് ചെയ്യും. അത് കമ്പനിയിൽ 2 കസ്റ്റമേഴ്സിനെ റിസർവ് ചെയ്തിട്ടുള്ള എല്ലാവരും ആ ഗ്ലോബൽ ക്ലബിൽ ഉണ്ടാകും, മാജിക് ക്ലബിൽ ഉണ്ടാകും. അവിടെ നിന്നും നമുക്ക് ഒരു 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു റിസർവേഷനും കൂടെ കമ്പനി ചെയ്തിട്ടുണ്ട്. കാരണം അത് ആക്റ്റീവായിട്ട് ഒത്തിരി സ്മാർട്ടായിട്ട് ബിസിനസ് എടുക്കാൻ പറ്റാത്തവർക്ക് പോലും ബെനിഫിറ്റുകൾ കിട്ടിക്കൊണ്ടേയിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇനി ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്. ഈ ഒരു ബോണസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് RA വാലറ്റിൽ നിന്ന് 4000 രൂപ കമ്പനി ഹോൾഡ് ചെയ്യുമ്പോൾ ടോപ്പ് അപ്പ് ചെയ്യുന്ന, അതായത് നമ്മുടെ റീബർത്ത് ചെയ്ത ഐഡിയ ടോപ്പ് അപ്പ് ചെയ്ത് നമുക്ക് മാച്ചിങ് ബോണസ് ലഭ്യമാക്കും. മുമ്പ് നമ്മൾ മാച്ചിങ് ബോണസിന് പറഞ്ഞതുപോലെ തന്നെ 2 സൈഡിൽ നിന്നും ഓരോ ഗ്രൂപ്പ് രൂപപ്പെടുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? മാച്ചിങ് ബോണസ് 1000 രൂപ ക്രമത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് റിപ്പീറ്റ് ചെയ്ത് അൺലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ മാച്ചിങ് ബോണസ് എന്ന് പറയും. എവിടെ നമ്മുടെ ബിസിനസ് നടന്നാലും നമുക്ക് കിട്ടും. പക്ഷെങ്കിൽ നമുക്ക് ഒരു ദിവസത്തിൽ പരമാവധി 10000 രൂപ വരെ നമുക്ക് ലഭിക്കും. ഇനി അടുത്തതെന്ന് പറയുന്ന പെർഫോമൻസ് ബോണസ് ആണ്. ഈ പെർഫോമൻസ് ബോണസ് ഇതേപോലെ തന്നെ RA വാലറ്റിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിൽ നിന്നാണ് അടുത്ത പ്രോസസ്സുകൾ മുഴുവൻ നടക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് 100 രൂപ ക്രമത്തിൽ 16 ടയേഴ്സിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അത് ടോട്ടലി നമുക്ക് 1,31,070 കസ്റ്റമേഴ്സിൽ നിന്നും നമുക്കത് ലഭ്യമാകും. അതായത് നമ്മുടെ ഇമ്മീഡിയറ്റ് കസ്റ്റമേഴ്സ് 1,31,070 പേരിൽ നിന്നും നമുക്കിത് ലഭ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് ബിസിനസ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് സിസ്റ്റം പോയിരിക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മുടെ എല്ലാ ലെവലുകളും നമുക്ക് ഫില്ല് ചെയ്തുകൊണ്ട് എല്ലാ ടയറിൽ നിന്നും നമുക്ക് കൃത്യമായ വരുമാനം ലഭിക്കത്തക്ക രീതിയിലാണ് സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത്. അത് അതിൻ്റെ ക്രമമായി തന്നെ സംഭവിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ 2 കസ്റ്റമറെ റെഫർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് നമ്മുടെ ഈ ഇൻകം എല്ലാം റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നതിനുള്ള അവസരമുണ്ട്. ഇതെല്ലാം കമ്പനിയുടെ ബിസിനസ് ഗ്രോത്ത് അതിന്റെ സ്പീഡിനനുസരിച്ച് വളരെ വേഗത്തിലാകാം. നമ്മൾ ഓരോരുത്തർ എങ്ങനെ ബിസിനസ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്, സ്പീഡിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും, സ്ലോ ആണെങ്കിൽ അതിനനുസരിച്ച് ബെനിഫിറ്റ് കിട്ടും. എന്നാൽ ഈ ബെനിഫിറ്റുകൾ കിട്ടിയിരിക്കും. കമ്പനി ഉള്ള കാലത്തോളം അല്ലെ മനുഷ്യരാശി ഉള്ള കാലത്തോളം നമുക്ക് ഗ്രോസറി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ, മനുഷ്യന് വേണ്ട എല്ലാ സാധനങ്ങളും സപ്ലൈ ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കമ്പനി വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റുകൾ എത്രയും വേഗത്തിൽ ലഭ്യമാകുന്നതിനുള്ള ഒരു അവസരമുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുക. നമുക്ക് എപ്പോഴാണ്, നമുക്ക് എത്ര രൂപയാണ്, എപ്പോൾ വേണം എന്നുള്ളതിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലയ്ക്ക് അനുസരിച്ച് നമുക്ക് ഈ ബെനിഫിറ്റ് ലഭ്യമായിക്കൊണ്ടേയിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് നമുക്ക് ഇ കൊമേഴ്സ് വാലറ്റ് എന്താണ്? ഇ കൊമേഴ്സ് വാലറ്റിലാണ് ഫണ്ട് എന്ന് പറയുന്നു. അതെ, ഇ കൊമേഴ്സ് വാലറ്റിൽ എങ്ങനെയാണ് ഫണ്ട് വരുന്നത്? ഇ കൊമേഴ്സ് വാലറ്റ് എന്താണ്?
നമുക്കൊരു വ്യക്തിക്ക് 2 റെഫറൽ ചെയ്തപ്പോ ആ 2 റെഫറലിൽ നിന്നും നമുക്ക് 1000 രൂപ ലഭ്യമായി. ഈ 1000 രൂപയിൽ നിന്നും നമുക്ക് 5% TDS പോകും. ബാലൻസ് ഒരു 25% നമുക്ക് ഏതിലേക്ക് പോകും? RA വാലറ്റിലേക്ക് പോകും. അതിന്റെ ബാലൻസ് നമുക്ക് 700 രൂപയാണുള്ളത്. ഈ 700 രൂപയിൽ നിന്നും ഇ-കൊമേഴ്സ് വാലറ്റിലേക്ക് 20% പോകും. അതായത് നമ്മുടെ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിൽ നിന്നും 20% നമ്മുടെ ഇ-കൊമേഴ്സ് വാലറ്റിലേക്ക് പോകും. ഈ വാലറ്റിൽ 140 രൂപയാണ്. നമുക്ക് 700 രൂപ ഉണ്ടെങ്കിൽ 140 രൂപ ഹോൾഡ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന 560 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാകും. നമ്മൾ ഒന്ന് മനസ്സിലാക്കാം, നമ്മൾ കേവലം 1000 രൂപയ്ക്ക് മൊബൈൽ റീചാർജിങ്ങിന് വേണ്ടി മാത്രമാണ് വന്നെന്ന് വിചാരിക്കുക. NFC കാർഡ് എന്നുള്ളതിനെ അല്ല വന്നത്, മൊബൈൽ റീചാർജിങ്ങിനാണോ? ആ മൊബൈൽ റീചാർജിങ് നമുക്ക് 1000 1050 ലഭിക്കുകയും ഒപ്പം നമുക്ക് വരുമാനം കിട്ടുന്നതിനുള്ള ഒരു സോഴ്സും കൂടിയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് കമ്മ്യൂണിറ്റി എത്രത്തോളം നമുക്ക് ഡെവലപ്പായി പോകുന്നോ അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇ-കൊമേഴ്സ് വാലറ്റിലേക്ക് ഒരു സർട്ടൺ പെർസെന്റേജും ബാക്കി 80% നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും പോകുന്ന സംവിധാനം. ഈ 20% ഹോൾഡ് ചെയ്തേക്കുന്നതിന്റെ പ്രധാന കാരണം ഈ കമ്പനിയിൽ നിന്നും എപ്പോഴും വരുമാനം ലഭ്യമായിക്കൊണ്ടേയിരിക്കുക. കമ്മ്യൂണിറ്റിയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കുക. ആ വരുമാനത്തിലൂടെ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ വീണ്ടും നമുക്ക് കമ്മീഷൻ കമ്പനിയിലേക്ക് ഓരോ വെൻഡേഴ്സിൽ നിന്ന് ലഭിക്കുന്നതിലൂടെ അത് വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നിരന്തരം വരുമാനം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കമ്പനി ഓരോ കസ്റ്റമേഴ്സിനെയും ക്ഷണിച്ചിട്ടുള്ളത്. ഇനി ഇ-കൊമേഴ്സ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഓരോ കസ്റ്റമേഴ്സും ഇത് തൊട്ട് മുമ്പും ഞാൻ പറഞ്ഞിരുന്നു, 10,000 രൂപയുടെ വീതം പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും 5% മാത്രമേ കമ്മീഷൻ കമ്പനി കരസ്ഥമാക്കിയിട്ടുള്ളൂ എങ്കിൽ 500 രൂപയുണ്ട്. അതിന് 25% കമ്പനി കളക്ട് ചെയ്യുന്നു. 25% കമ്പനിയിൽ ബിസിനസ് എടുത്ത് ടീം ഡെവലപ്പ് ചെയ്ത് വരുന്ന റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. 10% കമ്പനിക്ക് കടകളുമായി ടൈപ്പ് ചെയ്യുന്ന ടീം ലീഡേഴ്സിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. ബാക്കി വരുന്ന 40% ഇവിടെ വന്നിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സംവിധാനം. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 12 രൂപ 50 പൈസ ക്രമത്തിൽ നമുക്ക് 16 ടയേഴ്സിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12,50,000 രൂപ വരെ ലഭിക്കും. ഇനിയും ഈ മാർജിൻ എന്ന് പറയുന്നത്, മിഡിൽമൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്ക് 5% എന്നുള്ള 10 ആകാം, 15 ആകാം, 20 ആകാം, 30 ആകാം, 40 ആകാം. അങ്ങനെ നമുക്ക് കമ്മീഷൻ കൂടി വരുമ്പോ നമുക്ക് ഈ പറയുന്ന 1 ലക്ഷം കസ്റ്റമേഴ്സ് വേണ്ട, നമുക്ക് 12.5 ലക്ഷം രൂപ വാങ്ങിക്കാൻ. നമുക്ക് 1 രൂപ ക്രമത്തിൽ മാത്രം 1 രൂപ വീതം ഒരു കസ്റ്റമറിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നുവെങ്കിൽ 1 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ട്, നമുക്ക് 1 ലക്ഷം രൂപ പ്രതിമാസ വരുമാനമുണ്ട്. അത് 2 ലക്ഷം രൂപയുണ്ട്. ഇനി 50,000 കസ്റ്റമേഴ്സേ ഉള്ളൂ, 5 രൂപ വെച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ എത്ര കമ്മീഷൻ ഉണ്ട്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? നമ്മുടെ റിസ്ക് എന്താണ്? നമ്മൾ എന്നും ഷോപ്പ് തുറക്കുന്നുണ്ടോ? അല്ലെ നമ്മൾ എന്നും എംപ്ലോയീസിനെ വെച്ച് നമ്മൾ ഷോപ്പ് റൺ ചെയ്യണോ? നമുക്ക് ഒരു ടെൻഷനോട് കൂടി നമ്മുടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ നമുക്ക് പങ്കെടുക്കുന്നതിന് തടസ്സമുണ്ടോ? ഇല്ല. നമ്മൾ സ്വതന്ത്രരാണ്. നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ റിസ്ക് മുഴുവൻ ബൈബൽ എന്ന കമ്പനിയിലേക്ക് നിങ്ങൾ ഓരോ കസ്റ്റമേഴ്സും സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ടാണ് കമ്പനി ഓരോ കസ്റ്റമേഴ്സിനെയും ക്ഷണിക്കുന്നത്. ഇവിടെ കേവലം 1000 രൂപയിൽ തുടങ്ങുന്ന നമ്മുടെ ബിസിനസ് സാമ്രാജ്യം നമ്മൾ പടിപടിയായി ഡെവലപ്പ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം നമുക്ക് വരുമാനം കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബൈബൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ വിഷണറി മാനേജ്മെന്റ് ആണ്. അതേപോലെ തന്നെ ഗ്രോസറി ബിസിനസ് ആണ് മെയിൻ ആയിട്ട്. അത് ലൈഫ് ലോങ് ബെനിഫിറ്റ് നമുക്ക് നൽകും. സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് 1000 റുപ്പീസ്, ഒരു 1000 രൂപയിൽ നമുക്ക് ബിസിനസ് ആരംഭിക്കാം. അതേപോലെ തന്നെ മൊബൈൽ റീചാർജുകൾ പ്രൊഡക്റ്റ് ആയിട്ട് ലഭിക്കുന്നു. അതേപോലെ തന്നെ RA വാലറ്റിൽ നിന്നും നിരന്തരം നമുക്ക് വരുമാനം ലഭിക്കുന്നതിനുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള അലവൻസ് ലഭിക്കുന്നു. റീബർത്ത് എന്ന പ്രോസസ്സിലൂടെ ലൈഫ് ലോങ് റീചാർജ് ലഭിക്കുക. റീബർത്ത് സംഭവിച്ചാൽ മാത്രമേ നമ്മൾ ആദ്യം തന്ന 1050 രൂപയുടെ റീചാർജിങ്ങിന് ശേഷം 4മതൊരു റീചാർജ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ID പുനർജനിച്ചിട്ടുണ്ടാവണം. പുനർജനിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ RA വാലറ്റിൽ ഫണ്ട് സ്റ്റോർ ചെയ്ത് ഫണ്ട്
ഹോൾഡ് ചെയ്തിട്ട് റീബർത്ത് സംഭവിക്കണം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നാം ഓരോരുത്തരും ബിസിനസ്സിലേക്ക് മറ്റു കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് വേണ്ട സർവീസ് കമ്പനിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സർവീസ് കൊടുക്കുന്നതിനുള്ള സപ്പോർട്ടോടെ നമ്മൾ കൂട്ടായി പ്രവർത്തിച്ചാൽ വളരെ അനായാസം നമുക്ക് ലക്ഷക്കണക്കിന് രൂപ ഓരോ മാസവും ഏൺ ചെയ്യുന്നതിനുള്ള അവസരം ഇവിടെയുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുക. റീബർത്ത് എന്ന പ്രോസസ്സിലൂടെ അങ്ങനെ നമുക്ക് ലൈഫ് ലോങ് റീചാർജ്, നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ നെറ്റ്വർക്ക് കമ്പനികൾ എത്ര രൂപയിലേക്ക് പ്ലാനുകൾ മാറ്റിയാലും നമുക്കത് വിഷയമാകാതെ നമുക്ക് മുൻപോട്ട് പോകാം. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ ലൈഫ് ലോങ് ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അതേപോലെ പർച്ചേസിംഗ് ഒക്കെ നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് പ്ലേസിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയും അതിലൂടെ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് കമ്പനി ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് കമ്മിങ് മൺഡേ, അതായത് നമുക്ക് ഡിസംബർ 8-ാം തീയതി മുതൽ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിന്നും പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്ത് ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് കമ്പനി ഫ്രാഞ്ചൈസികൾ ക്ഷണിക്കുന്നുണ്ട്. അത് ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി ഉണ്ട്, താലൂക്ക് ഫ്രാഞ്ചൈസി ഉണ്ട്, ഹോം ഷോപ്പുകളുണ്ട്. അതില് ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി 3 ജില്ലയുടെ ഓൾറെഡി നമുക്ക് പോയി കഴിഞ്ഞു. എറണാകുളം, കോട്ടയം, കൊല്ലം 3 ജില്ലകൾക്ക് ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി കഴിഞ്ഞു. ഈ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിയെ ബേസ് ചെയ്താണ് താലൂക്ക് ഫ്രാഞ്ചൈസികൾ പോകുന്നത്. താലൂക്ക് ഫ്രാഞ്ചൈസികളെ ബേസ് ചെയ്താണ് ഹോം ഷോപ്പുകൾ റൺ ചെയ്യുന്നത്. അത് നമ്മുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിനും ആകാം, അതായത് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനും ആകാം, ഔട്ട്സൈഡ് പാർട്ടീസിനും ആകാം, ആർക്കും ആകാം. അപ്പൊ ഫ്രാഞ്ചൈസിയുടെ നിബന്ധനകളും കണ്ടീഷൻസും ഒക്കെ അറിയുന്നതിന് വേണ്ടി വിളിക്കാനുള്ള കോൺടാക്ട് നമ്പറുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 2 നമ്പറുകൾ. അവിടെ വിളിക്കുക. ആ നമ്പറുകളിൽ വിളിക്കുമ്പോൾ അതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതിൽ താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് കമ്പനിയുടെ ഓഫീസിലേക്ക് കടന്നു വരാം. അവിടെ വന്ന് എഗ്രിമെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിലേക്ക് പോകാം. കാരണം ഒരു കസ്റ്റമറുടെ പോലും അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ പോലും ഫ്രാഞ്ചൈസി എന്ന നിലയിൽ വന്നിട്ട് 1 രൂപ നഷ്ടപ്പെടുന്നതിന് കമ്പനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ 1 രൂപയും നഷ്ടപ്പെടാൻ കമ്പനിയും അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായ എഗ്രിമെന്റോടുകൂടി ആരുടെയും സാമ്പത്തികമായ നഷ്ടമില്ലാതെ എല്ലാവർക്കും ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ മുൻപോട്ട് പോകത്തക്ക രീതിയിൽ ഉള്ള എഗ്രിമെന്റും കാര്യങ്ങളോടും കൂടി മാത്രമേ നമ്മുടെ ഫ്രാഞ്ചൈസിയിലേക്ക് നമുക്ക് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫ്രാഞ്ചൈസികളെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഷുവർട്ടി നിങ്ങൾക്കും വേണം, അതേപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഷുവർട്ടി കമ്പനിക്കും വേണം. അത് പൂർണ്ണമായി പരസ്പരം ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രാഞ്ചൈസികൾ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിക്കാണ്. അത് 3 ജില്ലകൾ ഓൾറെഡി കഴിഞ്ഞു. ഇനിയുള്ള ബാക്കിയുള്ള ജില്ലകൾക്ക് വേണ്ടി മാത്രമുള്ള ഫ്രാഞ്ചൈസിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അവർക്കാണ് താലൂക്ക് തലത്തിലേക്കുള്ള ഫ്രാഞ്ചൈസികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വിത്ത് കമ്പനിയോട് കൂടി റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള അവസരം. അതേപോലെ തന്നെ താലൂക്ക് ഫ്രാഞ്ചൈസികൾക്കാണ് നമ്മുടെ ഹോം ഷോപ്പുകൾ കൊടുക്കുന്നതിനുള്ള, അതായത് പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്ന റൂട്ടാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അതർ സ്റ്റേറ്റുകളിലും ഇതേ സിസ്റ്റത്തിലാണ്. എപ്പോഴും ഒരു സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി നമുക്ക് ഉണ്ടായിരിക്കും. ആ സ്റ്റേറ്റ് ഫ്രാഞ്ചൈസിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിയും താലൂക്കും ഹോം ഷോപ്പുകളും എല്ലാം നടക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏത് വ്യക്തികളും കമ്പനിയുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിനുള്ള നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് നമുക്ക് തിങ്കളാഴ്ച മുതൽ കൃത്യമായി പ്രോഡക്റ്റുകൾ സപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ്, അതായത് ഈ കമ്പനിയിൽ നിന്നും ഏതൊരു കമ്മീഷനും നമുക്ക് ലഭിക്കുന്നത് പ്രൊഡക്റ്റുകളുടെ സെയിലിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റിന്റെ അംശാദായം മാത്രമാണ്. ഏതൊരു പ്രോഡക്റ്റും സെയിൽ ചെയ്യുമ്പോൾ അതിന്റെ 75% കമ്പനിയുടെ കസ്റ്റമേഴ്സിന് വേണ്ടി റിസർവ് ചെയ്യുന്നു. ആ ഒരു എമൗണ്ട് മാത്രമാണ് നമുക്ക് കമ്മീഷനായി ലഭിക്കുന്നത്. ഏത് രീതിയിൽ കമ്പനി കമ്മീഷൻ, ഏത് നെയിമിൽ കമ്മീഷൻ തന്നാലും അതെല്ലാം ബിസിനസ് പ്രോഫിറ്റ് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം നമുക്ക് അനന്ത സാധ്യതകളുള്ളതാണ്. നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാവുന്ന ഒരു വരുമാന സ്രോതസ്സാണ് കമ്പനി ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്കിങ് യു ഓൾ മെമ്പേഴ്സ്.